നമ്മൾ പലതരം ജയിൽ ചാടുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫ് ട്രൂ സ്റ്റോറി ബേസ്ഡ് സിനിമയാണെങ്കിലോ അത് കുറവായിരിക്കും. 1931 ജയിലകപ്പെട്ട പാപ്പിലോണിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതൊരു ട്രൂ സ്റ്റോറി ബേസ്ഡ് നോവൽ ബേസ്ഡ് സിനിമയാണ്. ആദ്യം ഇതൊരു നോവലായിരുന്നു, അതിനുശേഷമാണ് ഇത് സിനിമയായത്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലകപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി കഷ്ടപ്പെട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ, പാപ്പിലോണിന്റെ കഥ, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2017 റിലീസ് ചെയ്ത പാപ്പിലോൺ എന്ന സിനിമയുടെ കഥ കേൾക്കാം. 1931 ഫ്രാൻസിലെ തെരുവ്. അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അവിടെയുള്ള ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു ലോക്കർ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് പാപ്പിലോൺ. അവൻ എങ്ങനെയൊക്കെയോ ആ ലോക്കർ തുറക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡയമണ്ട്സ് കിട്ടും. അതും തൂക്കി പിടിച്ച് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള ഒരു ബാറിലേക്ക് വരും. സാധാരണ ബാറുകളൊക്കെ പോലെ തന്നെ കുറെ സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ സന്തോഷത്തോടെ അത് കണ്ടു നിൽക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് അത് സ്ത്രീകൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. പാപ്പിയാണെങ്കിൽ അവിടെയുള്ള ഒരു VIP റൂമിലേക്ക് കയറി വരും. അവിടെ ഒരു തലയും അങ്ങേരുടെ കുറേ ഷിങ്കിടുകളും ഇരിക്കുന്നുണ്ട്. പാപ്പിയെ കാണുമ്പോൾ തന്നെ അങ്ങേര് അവനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള റൂമിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ അങ്ങേരുടെ ഷിങ്കിടുകൾ ഒരു വെയിറ്ററെ പിടിച്ചിടിക്കുകയായിരിക്കും. ആ വെയിറ്റർ ഇവരെ ചെറുതായിട്ടൊന്ന് ഒറ്റാനായിട്ട് ശ്രമിച്ചു. അത് അവർ കണ്ടുപിടിച്ചു. ഇപ്പം അവനെ കൊല്ലാനാക്കി വെച്ചിരിക്കുകയാണ്. തല പറയും, എന്നെ ഒറ്റാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും അവരുടെ അവസ്ഥ. അല്ല പാപ്പി, നീ എന്താ വന്നേ, ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഡയമണ്ട് കൊടുക്കും. അയാൾ ഹാപ്പി ആയിട്ട് അതെല്ലാം വാരിക്കൂട്ടി അവന് പ്രതിഫലമായിട്ട് ഒരു 10,000 യൂറോ കൊടുക്കും. അന്ന് മൊത്തം പാപ്പി ആ ബാറിൽ തന്നെ ആയിരിക്കും, അടിച്ചു പൊളിച്ച് ചില്ലായിട്ടിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൻ ബാറിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ അവിടേക്ക് അവൻ്റെ കാമുകിയും വരും. അവളും ഈ ബാറിൽ തന്നെ ജോലി എടുക്കുന്ന സ്ട്രിപ്പറാണ്. അവൾ എത്തുമ്പോൾ തന്നെ അവൻ അവക്കായിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മാല കൊടുക്കും. അത് കിട്ടിയ സന്തോഷത്തിൽ അവൾ അവനൊരു ഉമ്മയും കൊടുത്ത് ഞാൻ ബാറിലേക്ക് തന്നെ പോവാണ്, ഇന്ന് കൂടുതൽ ജോലി ഉണ്ടെന്നും പറഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ പറയും ഇന്നൊരു ജോലിയില്ല, ഇന്ന് മൊത്തം ചില്ല്, അത് മാത്രമാണെന്നും പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് പാരീസ് നഗരത്തിലേക്ക് ഓടിയിറങ്ങും. അന്ന് മുഴുവൻ അവർ കുടിച്ച് കൂത്താടി തെണ്ടി തിരിഞ്ഞ് അവസാനം അവൻ്റെ റൂമിലേക്ക് തിരിച്ചെത്തും. അവിടെ നിന്നും കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ അവൾ അവനോട് പറയും നമുക്ക് നിന്റെ തറവാട് പോലെയുള്ള ഒരു നാട്ടിൻ പുറത്തേക്ക് മാറണം. അവിടെ കുതിര സവാരി എല്ലാം ചെയ്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പറയുമ്പം തന്നെ എനിക്ക് കൊതിയാവുന്നു. അതിനവൻ പറയും നാട്ടിൻ പുറത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവിടെ എനിക്ക് കക്കാനായിട്ടൊന്നുമില്ല. അതിനവള് നമുക്കൊരു ജോലി ശരിയാക്കാമെന്ന് പറയും. അതിന് പാപ്പി നാട്ടിൻ പുറത്തുള്ളവർ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്കതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് വിഷമാവും. അവൾ കുറച്ചകലേക്ക് മാറി നിൽക്കും. അവനും പിന്നാലെ തന്നെ ചെന്ന് അവളോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് നേരം വെളുക്കും. വാടകയും ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ വാതിലിൽ മുട്ടുന്നുണ്ട്. അവൻ ചെന്ന് വാടക കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 2-3 പോലീസുകാരും അകത്തേക്ക് കയറി വരും. ഇന്നലെ ആ ഷിങ്കിടികൾ ആ വെയിറ്റർ ഇടിക്കുന്ന കണ്ടില്ലായിരുന്നോ, അങ്ങേര് ഇന്ന് രാവിലെ മരിച്ചു. ആ കൊലപാതക കുറ്റം ഇപ്പൊ പാപ്പിലോണിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അവൻ പറയും ഞാനൊരു കൊലയും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നലെ മുഴുവൻ ഇവളുടെ കൂടെയായിരുന്നു. അതിന് പോലീസുകാർ അതിനൊരു ദൃസാക്ഷി കൂടി ഉണ്ടെന്നും പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് പോകും. കാമുകി പിന്നാലെ തന്നെ വന്ന് പാപ്പി പാപ്പി എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവനും പോലീസുകാരുടെ കൂടെ ചെല്ലും. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ജയിലിൽ നിൽക്കുന്ന പാപ്പിയെ കാണാനായിട്ട് അവന്റെ കാമുകി അങ്ങോട്ട് വരും. അവൾ ചോദിക്കും നമുക്കൊരു അപ്പീലിന് ശ്രമിച്ചു നോക്കിയാലോ. അതിനവൻ പറയും ഇതൊരു കള്ളക്കേസാണ്, അപ്പീലിന് ശ്രമിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും ഞാൻ ഈ ജയിലിൽ കുറേ കാലം നിൽക്കില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയാൽ ആദ്യം തന്നെ ഞാൻ എനിക്കെതിരെ കള്ളസാക്ഷി കൊടുത്തവനെ ആദ്യം കൊല്ലും, പിന്നെ അവന് പിന്നാലെ കളിച്ചവരെയും കൊല്ലും. അപ്പോഴേക്ക് അവൾക്ക് അവിടെ നിൽക്കാനുള്ള സമയം കഴിഞ്ഞു. ഒരു പോലീസുകാരൻ വന്ന് അവളെ പിടിച്ചു കൊണ്ടുപോകും. അതാണെങ്കിൽ പാപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ സെല്ലിനിട്ട് ചവിട്ടും. എന്നാലും കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അവളെയും കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോകും. എന്നാൽ പാപ്പിയുടെ സെല്ലിന്റെ തൊട്ടടുത്ത സെല്ലിൽ ഒരു കിറുക്കൻ ഇരിക്കുന്നുണ്ട്. അവൻ പറയും നിന്നെ എനിക്കറിയാം, നീ പൂട്ട് പൊളിക്കുന്നതിൽ വിദഗ്ധനാണെന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും ഉണ്ടായിട്ട് ഇവിടെ കാര്യമല്ല, കാശുണ്ടെങ്കിൽ രക്ഷപ്പെടാം. കാശുണ്ടോ? എന്നാൽ പാപ്പി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ തടവ് പുള്ളികളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് പാപ്പിയുടെ പിന്നാലെ തന്നെ ആ കിറുക്കനുണ്ടാവും. അവൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഒരു കണ്ണടക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അവനൊരു കോടീശ്വരനാണ്, ഒരു അഴിമതി കേസിൽ പെട്ടിട്ടാണ് അവനിപ്പോൾ ജയിലിലേക്ക് വന്നിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ തന്നെ കുറേ പണങ്ങൾ കാണും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, അവന് കൂടുതൽ കാലം ജീവൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കള്ളന്മാരെല്ലാം അവനെ കുത്തിക്കീറി ആ കാശ് എടുക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അവനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ചില കാശുകാരായിട്ടുള്ള ജയിൽ പുള്ളികൾ ജയിലിലേക്ക് വരുമ്പോൾ അവർ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാനായിട്ട് കുറച്ച് കാശ് അവരുടെ അടിവയറ്റിൽ തുന്നിക്കെട്ടി വെക്കും. ഇത് മനസ്സിലാവുന്ന ബാക്കിയുള്ള കള്ളന്മാരാണെങ്കിൽ അവരുടെ വയറ് കുത്തി കീറി ആ കാശ് എടുത്തോണ്ട് പോവുകയും ചെയ്യും. എന്നാൽ ആ കോടീശ്വരൻ, അവൻ്റെ പേര് ലൂയിസ് എന്നാണ്, അവനൊരു കോടീശ്വരനാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവൻ്റെ വയറ് കുത്തി കീറാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇവർക്കിവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്നത് തന്നെ അവരെ മറ്റൊരു സെല്ലിലേക്ക് കൊണ്ടുപോകാനാണ്. അവരിനി ഫ്രാൻസിലെ ജയിലല്ലായിരിക്കും ഉണ്ടാവുക. അവരെ ഫ്രഞ്ച് ഗയാന എന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരു ദ്വീപിലെ സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ദ്വീപിലെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ജയിലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾക്ക് 10 വർഷമാണ് ജയിൽ കാലാവധി എങ്കിൽ അവർ 10 വർഷം കൂടെ തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കണം.
അതായത് അവർക്ക് ഫ്രാൻസിലേക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെൻറ് അവരെ കൈയൊഴിഞ്ഞു. ഇതെല്ലാം ആണെങ്കിൽ ഒരു വാർഡൻ അവരെ അസംബ്ലിയായി നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരോടും വസ്ത്രം ധരിച്ചോളൂ, പോകാനുള്ള സമയമായെന്നും പറയും. അങ്ങനെ അവർ കപ്പലിലേക്ക് നടക്കുന്ന സമയത്ത് ലൂയിസിൻ്റെ ഭാര്യയും വക്കീലും അവനോട് വന്ന് പറയും, അടുത്ത ക്രിസ്മസ് ആകുമ്പോഴേക്ക് നീ പുറത്തിറങ്ങും, ഞങ്ങൾ അപ്പീലിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലൂയിസിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അവൻ മുന്നോട്ട് തന്നെ നടക്കുമ്പോൾ ഭാര്യയാണെങ്കിൽ കരച്ചിലായിരിക്കും, വക്കീലായിരിക്കും അവൾ ആശ്വസിപ്പിക്കുക. അങ്ങനെ അവരെല്ലാവരും കപ്പലിലേക്ക് കയറുമ്പോൾ പാപ്പിയും കിറുക്കനും കൂടെ കപ്പലിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കാനുള്ള സ്ഥലം തയ്യാറാക്കി വെക്കും. എന്നാൽ ലൂയിസിന് അപ്പോഴും കിടക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. അവൻ എവിടെ ചെന്നാലും ആളുകൾ അവനെ ആട്ടി ഓടിക്കും. അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ പാപ്പി അവൻ്റെ അടുത്ത് ചെന്ന് പറയും, ഞാൻ നിനക്ക് കിടക്കാനുള്ള സ്ഥലം തരാം, നിന്നെ പ്രൊട്ടക്റ്റും ചെയ്യാം, പക്ഷെ നീ എനിക്ക് രക്ഷപ്പെടാനായിട്ട് കാശ് തരണം. ലൂയിസ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നീ പറയുന്ന ഓഫർ ആണെങ്കിൽ എനിക്ക് ആവശ്യമില്ല, നീ പൊക്കോ എന്ന് പറയും. അങ്ങനെ രാത്രി ആകുമ്പോൾ എല്ലാവരും സമാധാനമായിട്ട് ഉറങ്ങുകയാണ്. ലൂയിസും സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ അവൻ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടായിരിക്കും കണ്ണു തുറക്കുക. നോക്കുമ്പോൾ ഒരു തടിമാടൻ അവൻ്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന് അവൻ്റെ വായ പൊത്തി പിടിച്ച് അവൻ്റെ വയറ് കുത്തി കീറി അതിൽ നിന്ന് കാശെടുക്കായിരിക്കും. എന്നിട്ട് അയാൾ പറയും, നിന്റെ മുഖഭാവം മാറ്റിയിട്ടൊന്നും കാര്യമല്ല, നിന്റെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നടാന്നും പറഞ്ഞ് അങ്ങനെ പോകും. ലൂയിസിനും പേടിയാവും. അപ്പോഴേക്ക് പോലീസുകാരും എത്തും. അവൻ്റെ വയറ്റിലെ കാശ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ തടിമാടൻ അവൻ്റെ വയറ് വരിഞ്ഞ് കീറി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുടലെല്ലാം പുറത്ത് ചാടി കിടക്കുകയാണ്. പോലീസുകാരും യാതൊരു ഭാവമാറ്റമില്ലാതെ ആ ബോഡി എടുത്ത് ഇനി മേലാൽ ഇവിടെ വിളച്ചിൽ കാണിക്കരുതെന്നും പറഞ്ഞ് അവിടുന്ന് പോകും. പിറ്റേന്ന് രാവിലെ തന്നെ പാപ്പിയുടെ പിന്നാലെ ലൂയിസ് ഉണ്ടാവും. നീ പറഞ്ഞ ഓഫർ ഞാൻ ഒന്നും കൂടി ചിന്തിച്ചു, അതിപ്പോഴാണ് എനിക്ക് ശരിയാണെന്ന് തോന്നിയത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനിടക്ക് നിനക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിന് വേണ്ട കാശ് ഞാൻ നിനക്ക് തരാം. പാപ്പി ചോദിക്കും, അപ്പോൾ രക്ഷപ്പെടുന്ന സമയത്ത് നീയും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവൻ പറയും, ഞാൻ ഉണ്ടാവില്ല, പുറത്തെൻ്റെ ഭാര്യ അപ്പീലിനെ ശ്രമിക്കുന്നുണ്ട്, വരുന്ന ക്രിസ്മസിന് മുന്നേ ഞാൻ പുറത്തിറങ്ങും. അങ്ങനെ രാത്രി നിലാവത്ത് കോഴി പോകുന്നത് പോലെ കപ്പൽ കടലിൽ കൂടെ ആടി ഉലഞ്ഞ് അങ്ങനെ പോവുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അന്നേരം ആ തടിമാടൻ ഒരു കത്തിയുമായിട്ട് ലൂയിസിനെ കുത്താനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് പാപ്പി ഓടി വന്ന് അവനെയും പിടിച്ച് താഴെയിടും. എന്നിട്ട് അവൻ്റെ മോന്തക്ക് 4 കുത്തും കൊടുത്ത് ഒരു തുണി അവൻ്റെ മുഖത്ത് മറച്ച് കെട്ടി വീണ്ടും ഇടിക്കാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ അവൻ്റെ കത്തി താഴെ വീഴുമ്പോൾ അത് ലൂയിസ് കൈക്കലാക്കും. ജയിൽ പുള്ളികളെല്ലാവരും പാപ്പിക്ക് നല്ല സപ്പോർട്ടായിരിക്കും. ഈ തടിമാടനൊന്ന് ചത്ത് കിട്ടിയാൽ അവർക്ക് എല്ലാവർക്കും സമാധാനമാണ്. എന്നാൽ പാപ്പിക്ക് ഒറ്റയ്ക്ക് അയാൾ ഇടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ മാറി നിൽക്കും. തുണി മുഖത്തിൽ നിന്ന് മാറ്റുന്ന തടിമാടനാണെങ്കിൽ അവൻ ആരെ ഇടിച്ചെന്ന് മനസ്സിലാവില്ല. അവൻ കണ്ണ് കാണുന്നവന്മാരെല്ലാം എടുത്തിടിക്കും. അപ്പോഴേക്ക് പോലീസുകാർ ഓടി വന്ന് ആ സെല്ലിലേക്ക് ചൂടുള്ള നീരാവി കടത്തിവിടും. അതുകൊണ്ട് പൊള്ളുന്ന എല്ലാവന്മാരും താഴെ കിടന്ന് നല്ല കുട്ടികളാവും. പോലീസുകാർ അകത്ത് കയറി വന്ന് എല്ലാത്തിനോടും എഴുന്നേറ്റ് നിന്ന് കൈ നീട്ടാൻ പറയും. അങ്ങനെ പാപ്പിയുടെ കൈ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ചോരയുണ്ട്. അവനാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും. അങ്ങനെ അവന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടും. ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ അവൻ്റെ കയ്യും കാലും ലോക്ക് ചെയ്ത് വെക്കും. ഒരു നായയ്ക്ക് വെള്ളം കൊടുക്കുന്ന പോലെ ആയിരിക്കും അവനും വെള്ളം കൊടുക്കുക. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അവർ ആ ദ്വീപിനടുത്തെത്തി. പാപ്പിയും കിറുക്കനും ലൂയിസും കൂടെ ഒരുമിച്ചായിരിക്കും ഇറങ്ങുക. കിറുക്കൻ ഒരു കത്തി വെച്ച് അവൻ്റെ കാലിൻ്റെ മുട്ടിന് വലിയൊരു മുറി ഉണ്ടാക്കിയിട്ട് പറയും, ഞാൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാൻ പോവാണ്. അങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കിറുക്കൻ കുറച്ച് ഉയരത്തിൽ നിന്നേ കപ്പലിൽ നിന്ന് ചാടിക്കളയും. താഴെ വീണ് എൻ്റെ കാല് പോയേ, എൻ്റെ മുട്ടും കാല് പോയേ എന്ന് പറഞ്ഞ് അവൻ അലറി വിളിക്കും. പെട്ടെന്ന് തന്നെ നഴ്സുമാർ വന്ന് അവനെ സ്ട്രെച്ചറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകും. പോകുന്ന സമയത്ത് അവൻ പാപ്പിയോട് കണ്ണിറുക്കി കാണിക്കും. എന്താണ് അവൻ്റെ പ്ലാൻ എന്ന് ഇതുവരെ പാപ്പിയോട് അവൻ പറഞ്ഞിട്ടില്ല. അവിടുന്ന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടെ അവർ കാട്ടിൽ കൂടെ നടന്ന് അവരുടെ ജയിലിന് മുന്നിലെത്തും. ക്യാമ്പ് ഡീല ട്രാൻസ്പോർട്ടേഷൻ. അകത്ത് കയറി അവർ അസംബ്ലി ആയിട്ട് നിൽക്കുമ്പോൾ ഒരാൾ അവർക്കുള്ള യൂണിഫോം കൊണ്ടു കൊടുക്കും. അതിലാണെങ്കിൽ ഒരു തൊപ്പിയൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക തരം യൂണിഫോമാണ്. അങ്ങനെ അതും പിടിച്ച് അവരാരെയോ കാത്തു നിൽക്കുകയാണ്, കുട്ടികളെ പിടുത്തക്കാർ ചാക്കും പിടിച്ച് നിൽക്കുന്ന പോലെ. കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങോട്ട് ആ ജയിലിൻ്റെ മൂത്ത വാർഡൻ വരും. ആ സ്റ്റേജിൽ തന്നെ ഫ്രാൻസുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഗില്ലറ്റ് എന്ന കൊല്ലാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കിടക്കുന്നുണ്ട്. അങ്ങനെ വാർഡൻ സംസാരിക്കാൻ തുടങ്ങും. എനിക്കറിയാം നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഞങ്ങൾ സന്തോഷമായിട്ട് വെടിവെച്ചോളും. ഇനി അഥവാ ചാടിയെന്നിരിക്കട്ടെ, ഈ കുറ്റിക്കാട്ടി കിടന്ന് തന്നെ നിങ്ങൾക്ക് പട്ടിണി കിടന്ന് ചാവാം, അല്ലെങ്കിൽ കടലിൽ പോയിട്ട് സ്രാവിൻ്റെ കടി കൊണ്ട് ചാവാം. നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾ ആദ്യം ജയിൽ ചാടുന്ന സമയത്ത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഏകാന്ത തടവായിരിക്കും ശിക്ഷ. എന്നാൽ 2ാം തവണയും ചാടാനായിട്ട് ശ്രമിച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ 5 വർഷമായിരിക്കും ഏകാന്ത തടവ്. അതും കഴിഞ്ഞു വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല. ഡബിൾ സൈലന്റ്, അവിടെയായിരിക്കും നിങ്ങളുടെ ജീവിതം. മറക്കണ്ട, അവിടെ പ്രതീക്ഷക്കായിട്ട് യാതൊരു വകയുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ആകാശത്തേക്ക് നോക്കിയിരിക്കാനായിട്ട് അവിടെ കുറച്ച് പേരുണ്ടാവും. അവസാനമായി നിങ്ങൾ ഈ ജയിലിൽ വെച്ച് ആരെങ്കിലും കൊന്നാൽ നിങ്ങളുടെ വിധിയും മരണമായിരിക്കും. ചാടാൻ വിചാരിച്ചവരെല്ലാവരും ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവരെ അവരുടെ സെല്ലിലേക്ക് കൊണ്ടുപോകും. ഒരു സെല്ലിലാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും.
പാപ്പി അവർക്ക് കിടക്കാനായി സെല്ലിൻ്റെ ഒരു മൂല തന്നെ തിരഞ്ഞെടുത്ത് ലൂയിസിനോട് അവിടെ നിൽക്കാനും പറഞ്ഞ് ഒരയാളുടെ അടുത്തേക്ക് വരും. നാളെ ഞങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ 1000 യൂറോ വേണമെന്ന് പറയും. അതിന് ലൂയിസ്, ഞങ്ങൾ 1000 യൂറോ തരാം, പക്ഷേ ഞങ്ങൾക്കൊരു നോട്ട്ബുക്കും പേനയും ഒരു കെട്ട് സിഗരറ്റും വേണം. അങ്ങനെയാണെങ്കിൽ കാശ് ഇപ്പം തന്നെ വേണമെന്ന് അയാളും പറയും. പക്ഷേ കാശ് ഇരിക്കുന്നത് ലൂയിസിൻ്റെ ബാക്കിലാണ്. അതെടുക്കണമെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ടോയ്ലറ്റിൽ പോയേ പറ്റും. അവൻ അങ്ങനെ ടോയ്ലറ്റും തിരഞ്ഞിറങ്ങുന്ന നേരത്ത് പാപ്പി പറയും, എങ്ങോട്ടാ പോകുന്നത്? ആ റൂമിൻ്റെ മൂലക്കുണ്ട് ടോയ്ലറ്റ്. അങ്ങനെ അവൻ ആ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ പാപ്പി അവന് മറയായിട്ട് നിന്ന് കൊടുക്കും. അപ്പോഴും ഒരുത്തൻ ജനലിൽ കൂടെ എന്തെങ്കിലും കാണുമോയെന്ന് അറിയാനായിട്ട് തലയിട്ട് നോക്കുന്നുണ്ട്. പാപ്പി അവൻ്റെ തലയ്ക്കൊരു ഒന്ത് വെച്ച് കൊടുക്കും. അങ്ങനെ ലൂയിസ് കഷ്ടപ്പെട്ട് കാശ് പുറത്തെടുത്ത് അതിൽ നിന്ന് 1000 യൂറോ അയാൾക്കും കൊടുത്ത് ബാക്കിയുള്ളത് തിരികെ അവിടെ തന്നെ വെക്കും. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും ജോലി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ആ പോലീസുകാരൻ്റെ അടുത്തെത്തുമ്പോൾ, ആ ഗാർഡിൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ അവരെ ഹോസ്പിറ്റൽ അറ്റൻഡർമാരാക്കിയിട്ട് നിയമിക്കും. കാരണം അയാൾക്ക് കിട്ടേണ്ട കാശ് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു ഗാർഡ് വന്നിട്ട് ലൂയിസിനെ വിളിക്കും. മിസ്റ്റർ ലൂയിസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്നാൽ ലൂയിസിന് അയാൾ ഓർമ്മയില്ല. അയാൾ പറയും, എൻ്റെ അളിയനാണ് ഫ്രാൻസിൽ വെച്ച് നിങ്ങളെ വ്യാജരേഖ തട്ടിപ്പ് കേസിൽ പിടിച്ചത്. അതോടെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ജോലി നല്ലതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ റൂട്ട് 0ലേക്ക് പൊക്കോ. അങ്ങനെ അവരെ രണ്ടുപേരെയും റൂട്ട് 0ലേക്ക് അയക്കും. റൂട്ട് 0ൽ അവിടെ എത്തുമ്പോഴാണ് എന്താ ജോലി എന്ന് മനസ്സിലാവുക. അവിടെ പാറ പൊട്ടിച്ച് എല്ലാം കൂടെ കൂട്ടി ഒരു സ്ഥലത്ത് എത്തിക്കണം. പാപ്പിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മിണ്ടാതെ ജോലി എടുക്കുകയായിരിക്കും. എന്നാൽ ലൂയിസിന്റെ വായ പൂട്ടുന്നില്ല. അവനാണെങ്കിൽ ജോലി എടുക്കുന്നുമില്ല. അവനെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇതൊന്നും പരിചയമില്ല. അങ്ങനെ ഒഴിവ് സമയത്ത് അവർ റെസ്റ്റ് എടുക്കുമ്പോൾ ലൂയിസ് അവന് കിട്ടിയ പുസ്തകത്തിൽ അവൻ്റെ ഭാര്യയുടെ ചിത്രം വരയ്ക്കും. അത് കാണുന്ന പാപ്പി ചോദിക്കും, നിന്റെ ഭാര്യ ഇവിടെയും നീ ഫ്രാൻസിൽ നിന്റെ മുഴുവൻ സമ്പാദ്യവുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നീ എത്ര മുടക്കും? അവൻ പറയും, ഞാൻ എൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും മുടക്കും. അതിന് പാപ്പി, ഇപ്പം നിന്റെ ഭാര്യ നിന്റെ മുഴുവൻ സമ്പാദ്യവുമായിട്ട് അവിടെ ഫ്രാൻസിലുണ്ട്. അവളിപ്പം നിനക്ക് വേണ്ടി എത്ര രൂപ മുടക്കുമെന്നാണ് നിനക്ക് തോന്നുന്നത്? അത് കേൾക്കുന്ന ലൂയിസിന് ചെറിയൊരു സംശയമായിരിക്കും. അവൻ കുറച്ചകലേക്ക് മാറി നിന്ന് അവൻ വരച്ച ഭാര്യയുടെ ചിത്രം ചുരണ്ടിക്കളയും. പിറ്റേന്ന് വീണ്ടും ജോലി എടുക്കുന്ന സമയത്ത് ലൂയിസിനാണെങ്കിലും നല്ലപോലെ ചെയ്യാൻ പറ്റില്ല. അവൻ അവിടുത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവന് വയറിളക്കം പിടിച്ചിട്ടുണ്ട്. അവരുടെ ടീം ലീഡറായ താടിക്കാണെങ്കിൽ ഇവൻ ഈ കളി കളിക്കുന്നതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. എന്താടോ നല്ലപോലെ ഉന്തടോ എന്ന് പറയുമ്പോൾ ലൂയിസ് പാപ്പിയോട് പറയും, എൻ്റെ വയറിളക്കി, കാശ് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ പാപ്പി ആ 2 വണ്ടിയും പിടിച്ചു നിർത്തി അവിടുന്ന് കാശ് തരാൻ തുടങ്ങും. അവരുടെ തൊട്ട് പിന്നി വരുന്ന ടീം ക്യാപ്റ്റന് അവരുടെ ഈ കളി കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയില്ല. അവനും ഇവരുടെ ടീമിലെ ക്യാപ്റ്റനുമായിട്ട് വഴക്കാവും. അങ്ങനെ പോലീസുകാർ ഓടിയെത്തുമ്പോഴേക്ക് പാപ്പിക്ക് അടിയിൽ നിന്നും കാശ് കിട്ടും. അപ്പോഴേക്ക് ലൂയിസ് ബോധം കെട്ട് താഴെ വീണിട്ടുണ്ട്. അവനെ എടുത്ത് വണ്ടിയിലിട്ട് അവർ മുന്നോട്ട് പോകും. അങ്ങനെ ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും ലൂയിസിന് ബോധം വരിക. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിക്കും, ആ കാശ് എവിടെ പോയി? പാപ്പി ചോദിക്കും, ആ കാശ് എവിടെയായിരിക്കും? അപ്പോൾ ലൂയിസ് വിചാരിക്കും പാപ്പി ആ കാശ് കട്ടുപോയെന്ന്. അവൻ പറയും, ഞാൻ നിന്നെപ്പോലുള്ള ഒരു കള്ളനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. പാപ്പി ടെൻഷനായിട്ട് പറയും, ആ കാശ് എവിടെയായിരുന്നോ ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് സെല്ലിലെത്തുന്നവരെ അത് അവിടെ നിന്ന് പോകാൻ പാടില്ല. അതുവരെ നിന്റെ ആസ് തുന്നി വെക്കുകയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ലൂയിസ് സോറിയും പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു റൊട്ടിയാണെന്നും പറഞ്ഞ് എന്തോ ഒരു കട്ട കൊടുക്കുന്നുണ്ട്. അവരത് കഴിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ളവൻ അനക്കമൊന്നുമില്ല. അവന് ജീവനൊന്നും ഇല്ലേ എന്ന് ലൂയിസ് വിളിച്ചു പറയുമ്പോൾ താടി മിണ്ടല്ലടോ എന്ന് പറഞ്ഞ് അവൻ്റെ ഫുഡും എടുത്ത് അവർ 3 പേരും ഷെയർ ഇട്ട് കഴിക്കും. അങ്ങനെ ലൂയിസ് വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ താടി പാപ്പിയോട് ചോദിക്കും, നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നാൽ മതിയോ? ഒരു കപ്പൽ യാത്രയൊക്കെ ചെയ്യണ്ടേ? അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്നാണ് പാപ്പിയോട് ചോദിച്ചത്. അതിന് പാപ്പി ചോദിക്കും, നിന്റെ കയ്യിൽ ബോട്ടുണ്ടോ? ബോട്ട് കിട്ടും, കാശ് കിട്ടിയാൽ ബോട്ട് കിട്ടും. നിന്റെ കയ്യിൽ കാശുണ്ടോ? എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ കിട്ടിയാൽ അറിയിക്കാന്ന് പറയും. അന്നേരം ഉണ്ടാവും ഇവരോട് നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ ടീമിലെ ക്യാപ്റ്റൻ ലൂയിസിന്റെ അടുത്ത് വന്ന്, നിന്റെ ക്യാഷ് എടുക്കടാ, അല്ലെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ കൊന്നുകളയും എന്ന് പറയാം. അപ്പോഴേക്ക് പാപ്പി അവിടെ ചെന്ന് അവനുമായിട്ട് അടിയുണ്ടാക്കും. അത് കാണുന്ന പോലീസുകാർ മേലോട്ട് ഷൂട്ടും ചെയ്ത് ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യും. അങ്ങനെ ജോലിയും കഴിഞ്ഞ് അവർ സാധനങ്ങളെല്ലാം ആയിട്ട് ജയിലിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഗുണ്ട് ചേട്ടൻ കുറെ സ്ത്രീകളായിട്ട് ചളിയിൽ പെട്ട് കിടക്കുന്ന പോലീസുകാർ കാണും. പോലീസുകാർ ചോദിക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? അയാൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ, എന്നാൽ ആ സ്ത്രീകളെ മൊത്തം ഈ വണ്ടിയിലോട്ട് അങ്ങ് കയറ്റിക്കോ എന്ന് പറയും. അങ്ങനെ ഗുണ്ടിച്ചേട്ടനെ അയാളുടെ സ്ത്രീകളായിട്ട് പോകുന്ന സമയത്ത് പാപ്പി അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാനൊരു 1000 യൂറോ തരാം, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അയാളാണെങ്കിൽ മെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ 2000 യൂറോ തരാമെന്ന് പറയും. അയാൾ അന്നേരം ഗാർഡ്സിനെ വിളിക്കുമ്പോൾ പാപ്പി പറയല്ലേ, ഞാൻ നിങ്ങൾക്ക് 4000 യൂറോ തരാമെന്ന് പറയും. അതിനങ്ങേര് ചിരിച്ചോണ്ട് പറയും, ഈ നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് എൻ്റെ വീടിരിക്കുന്നത്. നീ അവിടേക്ക് 5000 യൂറോ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. അങ്ങനെ ജയിലിലെത്തി അവരെല്ലാവരും കുളിക്കുന്ന സമയത്ത് ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവരോട് പ്രശ്നമുണ്ടാക്കിയ ടീം ക്യാപ്റ്റൻ ആളുകളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. പാപ്പിക്ക് കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. അവൻ ആ ബക്കറ്റിലുള്ള ഒരുത്തൻ്റെ മോന്ത കൊഴിച്ച് ആ ബക്കറ്റ് വെച്ച് തന്നെ ഒരുത്തൻ്റെ തലമണ്ട കടിക്കും. അവൻ വീട് കിടക്കുമ്പോൾ അവൻ്റെ ചെവി കടിച്ച് പറിച്ചെടുക്കും. അന്നേരം ആ ടീം ക്യാപ്റ്റൻ ലൂയിസിനെ പിടിച്ച് കുത്താൻ നിൽക്കാവും. പാപ്പി അവനെ പിടിച്ച് താഴെയിട്ട് അവന് കൊടുക്കും ഒരു 4 എണ്ണം. എന്നാലും ആദ്യ അടി കൊണ്ടവന്
സമാധാനമാവില്ല. അവനൊരു തുണിയിൽ സോപ്പും കെട്ടി വന്ന് പാപ്പി അടിക്കാൻ നോക്കുമ്പോൾ ആ സോപ്പിൻ്റെ തുണിക്കെട്ട് അവൻ വാങ്ങിയിട്ട് അവൻ്റെ തലമണ്ടക്കിട്ട് 4 കൊടുക്കും. എല്ലാം 4 വെച്ചുള്ള കളിയാണ്. അപ്പോഴും ആ ടീം ക്യാപ്റ്റൻ പാപ്പിയെ തല്ലാനായിട്ട് വരുമ്പോൾ അവനും കൊടുക്കും ഒരു 4. അവസാനമായിട്ട് എല്ലാം താഴെ വീണു. പാപ്പി അപ്പോഴേക്ക് ഓടിച്ചെന്ന് കുളിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങും. പോലീസുകാർ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ടാവും. എന്നാൽ ഇവർ ഒന്നും അറിയാത്ത പോലെ തിരിച്ച് റൂമിലേക്ക് തന്നെ വരും. രാത്രി കിടക്കുന്ന സമയത്ത് ലൂയിസ് പാപ്പിയോട് പറയും, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പീൽ വരുന്നതിന് മുന്നേ ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് നീ ജയിലിൽ ചാടുമ്പോൾ ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. അതിന് പാപ്പി പറയും, നമ്മുടെ കരാറിൽ അങ്ങനെ ഒരു കാര്യമില്ല ലൂയിസ്, എന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ വരുമെന്ന് പറയും. പിറ്റേന്ന് രാവിലെ അവർ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ അവരോട് മുട്ടുകുത്തി നിൽക്കാൻ പറയും. അപ്പോഴുണ്ടാവും ദൂരെ നിന്ന് കിറുക്കനെ 2 പോലീസുകാർ കൊണ്ടുവരുന്നു. അവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ ശ്രമത്തിനിടെ അവനൊരു ഗാർഡിനെ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഇനി അവനുള്ള വിധി മരണമാണ്. അവനെ കാണുമ്പോൾ തന്നെ ഹീറോ ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് നിൽക്കും. അത് കാണുന്ന ഒരു പോലീസുകാരൻ വന്ന് ഹീറോയുടെ വയറ്റിനിടിച്ച് അവനെ താഴെയിടും. മരിക്കാനായിട്ട് കയറുന്ന സമയത്തും അവൻ ആ വാർഡന്റെ മേലേക്ക് തുപ്പും, ചോര തുപ്പും. അങ്ങനെ ഗാർഡുമാരെല്ലാവരും ചേർന്ന് അവൻ ആ ഗില്ലറ്റിൽ പിടിച്ച് കിടത്തി ആ ബ്ലേഡ് താഴേക്കിട്ട് അവന്റെ തല അറുത്ത് കളയും. അത് കണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഹീറോയോട് വാർഡൻ പറയും, നീയാണ് ആ ബോഡി പുറത്ത് കൊണ്ടെത്തിക്കേണ്ടത്. നിനക്ക് വേണമെങ്കിൽ ഒരാളെ കൂടി വിളിച്ചോ. അങ്ങനെ പാപ്പിയും ലൂയിസും കൂടെ ആ ബോഡിയായിട്ട് ജയിലിൻ്റെ പുറത്തിറങ്ങും. അവരെ നോക്കാനായിട്ട് 2-3 പോലീസുകാരും കൂടെയുണ്ട്. ലൂയിസിനാണെങ്കിൽ ഞാനൊരു തലയില്ലാത്ത ബോഡിയല്ലേ കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവന് നടക്കാൻ പറ്റില്ല. അവൻ വഴിയിൽ വീണ് പോകും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ബോഡിയിലുള്ള ചോര മൊത്തം അവൻ്റെ മേലെയാവും. അത് കാണുമ്പോൾ തന്നെ അവൻ മാനസികമായിട്ട് തളർന്നിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ എഴുന്നേൽക്കടാ പോവാന്ന് പറയുമ്പോൾ അവൻ എഴുന്നേൽക്കില്ല. അയാളുടെ ബെൽറ്റ് ഊരിയിട്ട് അവൻ അടിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ കുറച്ചകലെ കുറച്ച് ദൂരെ എത്തിപ്പോകും. ആ നേരം നോക്കി പാപ്പി ഒരു കല്ലെടുത്ത് ആ പോലീസുകാരൻ്റെ തലമണ്ടക്ക് ഒരു അടി കൊടുക്കും. അങ്ങനെ അപ്പം തന്നെ താഴെ വീഴും. മരിച്ചോ ബോധം പോയോ രണ്ടും അറിയില്ല. ഇനി എന്തായാലും അവന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പാപ്പി അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടായിരിക്കും. പോലീസുകാർ പിന്നാലെ തന്നെ വന്ന് വിസിലടിക്കും. ബാക്കിയുള്ള പോലീസുകാർ അവനെ തെരഞ്ഞ് പുറത്തിറങ്ങും. പാപ്പി ഏതോ കാട്ടുവഴികളിലൂടെ ഓടുന്ന സമയത്ത് ദൂരെ നിന്ന് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും അവന് കൊള്ളുന്നില്ല. അവസാനം അവൻ ആ നദിയിലേക്ക് ഒരൊറ്റ ചാട്ടായിരിക്കും. ഗാർഡ്സ് ദൂരെ നിന്ന് വെള്ളത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവന് കൊള്ളുന്നില്ല. അവൻ്റെ കൈയാണെങ്കിൽ അവന് നല്ലപോലെ അനക്കാനും പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ അവൻ ആ നദിയിലൂടെ നീന്തി മുന്നോട്ട് പോകും. അങ്ങനെ രാത്രിയാകാൻ നേരത്ത് അവൻ ആ ഗുണ്ടുചേട്ടൻ്റെ സ്ഥലത്തെത്തും. അവനെത്തുമ്പോൾ അയാൾ ബോട്ട് ശരിയായിക്കൊണ്ട് നിൽക്കുകയാണ്. പാപ്പി അയാളോട് പറയും, എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷില്ല. ഞാൻ പാരീസിലെത്തിയാൽ ഉടനെ അവിടെയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. പെട്ടെന്നാണ് ഗുണ്ടുചേട്ടൻ്റെ 2-3 ആളുകൾ പാപ്പിയെ ഗണ്ണുമായിട്ട് വളയാ. ഗുണ്ടുചേട്ടൻ പറയും, നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. നീ എനിക്ക് തരുന്ന കാശിനേക്കാളും കൂടുതൽ നിന്നെ പിടിച്ചു കൊടുത്ത ആ വാർഡൻ എനിക്ക് തരും. നീ ഇനി തിരിച്ച് ആ ജയിലിലേക്ക് തന്നെ പോവാണടാ മണ്ട. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ തന്നെ പാപ്പിയെ പോലീസുകാർ തിരിച്ച് ജയിലിലേക്ക് തന്നെ കൊണ്ടുവരും. അവിടെ വാർഡൻ അവനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നിന്റെ ഭാഗ്യത്തിന് നീ ഇടിച്ചിട്ട ഗാർഡ് മരിച്ചില്ല. അതുകൊണ്ട് തന്നെ നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല. പക്ഷേ സെന്റ് ജോസഫ് ദ്വീപിലേക്ക് 2 വർഷത്തെ ഏകാന്ത ജയിൽവാസത്തിന് നിന്നെ വിധിച്ചു. നീ വിചാരിക്കുന്ന പോലെ അവിടെ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഓൺലി സൈലൻസ്, നിശബ്ദത മാത്രം. അങ്ങനെ വലിയ കടലും കടന്ന് അവരങ്ങനെ സെന്റ് ജോസഫ് ദ്വീപിലെത്തും. അവിടെയുള്ള സെല്ലി കയറുമ്പോഴാണ് അവനെ മനസ്സിലാവുക, അതിൻ്റെ ഏറ്റവും മുകളിൽ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. അവൻ താഴെ എന്ത് ചെയ്യുന്നു എന്ന് മുകളിൽ നിന്ന് തന്നെ ഗാർഡ്സിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അവൻ ആ സെല്ലിൽ കൂടെ ചുറ്റി നടക്കാന്നല്ലാതെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ സെല്ലിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ സെല്ലിൽ അവന് കൂട്ടായിട്ട് ഒരു പാറ്റ മാത്രമായിരിക്കും ഉണ്ടാവുക. ഉച്ച സമയമാകുമ്പോൾ അവന് സൂപ്പാണെന്നും പറഞ്ഞ് എന്തോ ഒരു സാധനം വെള്ളത്തിൽ കലക്കി കൊടുക്കും. അവനത് ഇഷ്ടമല്ലെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവനത് കഷ്ടപ്പെട്ട് കുടിക്കും. പിറ്റേന്ന് രാവിലെ അവൻ ഇടിച്ചിട്ടിരുന്ന പോലീസുകാരൻ അവനെ കാണാനായിട്ട് സെല്ലിലേക്ക് വരും. അവനോട് ചോദിക്കും, നീ എന്ത് വിചാരിച്ച് എന്നൊന്ന് ഇടിച്ചു പോയാൽ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നോ? അതിനവൻ സൈലൻസ് എന്ന് ചുണ്ടിൽ വിരൽ വെച്ച് കാണിക്കും. അതിനയാൾ സൈലൻസ്, അത് ഞാൻ നിന്നെ പഠിപ്പിച്ചരാടാന്ന് പറഞ്ഞ് അവൻ ഇടിയോട് ഇടിയായിരിക്കും. അവൻ എത്ര ഇടി കൊണ്ടാലും ചുമയ്ക്കുന്നു മാത്രമല്ലാതെ അവനൊരക്ഷരം പോലും മിണ്ടുന്നില്ല. ഒന്ന് വാവിട്ട് കരയുന്നു പോലും ഇല്ല. അത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അയാൾ വീണ്ടും വീണ്ടും അവനെ ഇടിക്കും. അവൻ്റെ വായെന്ന് ചോര വരുമ്പോഴും അവൻ വിരൽ ചുണ്ടിനോട് വെച്ച് സൈലൻസ് എന്നായിരിക്കും പറയാ. അത് കാണുന്ന ഗാർഡ്സ് ആ പോലീസുകാരനെ ആ ഗാർഡിനെ കൊണ്ട് അവിടുന്ന് പോകും. അന്നുച്ചക്ക് അവന് വേണ്ട ഫുഡ് എത്തുമ്പോൾ ആ ഫുഡിന്റെ കൂട്ടത്തിൽ അവന് കുടിക്കാനുള്ള വെള്ളത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു തേങ്ങ കഷ്ണം കിടക്കുന്നുണ്ടാവും. കൂടെ തന്നെ അതിന്റെ അടപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നു മുതൽ എന്നും നിനക്കൊരു പാതി തേങ്ങ ഉണ്ടാവും. അത് കാണുന്ന അവൻ ആസ്വദിച്ച് ആ തേങ്ങ കഴിക്കാൻ തുടങ്ങും. മുകളിൽ ഗാർഡ്സ് ഉണ്ടോ നോക്കിയിട്ടായിരിക്കും അവനത് കഴിക്കുക. അവന് വേണ്ടി ഇത് ചെയ്യുന്നത് ലൂയിസ് ആണ്. അവൻ കാശ് കൊടുത്ത് ആളെ വിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. എന്നും ഉച്ചക്ക് അവൻ ആ തേങ്ങ കാത്തിരിക്കും. ആ തേങ്ങ കിട്ടിയാലുടനെ അത് കഴിച്ചിട്ട് അവൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. എന്നാലും എത്ര വ്യായാമം ചെയ്തിട്ടും കാര്യമില്ല, അവന് കിട്ടുന്ന ഫുഡ് കുറവാണ്.
കുറവാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി ശോഷിച്ച് തുടങ്ങും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം അകത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പുറത്തുനിന്നൊരു ഗാർഡ് ഭക്ഷണം ചെക്ക് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞ് പുറത്തേക്ക് എടുക്കും. അങ്ങനെ ആ തേങ്ങ കാണും. ഇത് ആരാണ് ഇതിൽ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. പിന്നെ ആ ഗാർഡ് അയാളെ ചവിട്ടുന്ന ശബ്ദമായിരിക്കും അകത്തേക്ക് കേൾക്കുക. അയാൾ അലറി വിളിക്കും. പിന്നെ ചവിട്ടി ചവിട്ടി കുറച്ച് കഴിയുമ്പോൾ അകത്തേക്ക് ആ വെള്ളത്തിന്റെ കൂടെ ചോരയും വരും. പാപ്പിക്ക് മനസ്സിലായി അയാൾ മരണപ്പെട്ടു. ഇനി ഒരിക്കലും തനിക്ക് തേങ്ങ കിട്ടാൻ പോകുന്നില്ല എന്ന് പാപ്പിക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ഈ ഒരു തേങ്ങ കിട്ടിയിട്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ശരിക്കും ഈ ഒരു അവസ്ഥയിൽ ഇതുപോലൊരു തേങ്ങ കിട്ടുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിരിക്കും. അന്ന് സന്ധ്യക്ക് വാർഡൻ അവനെ കാണാനായിട്ട് വന്ന് ചോദിക്കും, നിനക്ക് ആരാ ഇതെല്ലാം ചെയ്തു തരുന്നത്? അവനൊരക്ഷരം മിണ്ടില്ല. ആരാണ് നിനക്ക് ഈ തേങ്ങ എത്തിച്ചു തരാനുള്ള പണി ഒപ്പിച്ചേ? അവൻ വാർഡനോട് സൈലന്റ് എന്ന് പറയും. വാർഡന് മനസ്സിലായി ഇനി അവൻ പറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വാർഡൻ തിരിച്ചിറങ്ങുമ്പോൾ പറയും അവന്റെ ഫുഡ് പകുതിയാക്കിയേക്ക്. അങ്ങനെ ഇന്ന് മുതൽ അവന്റെ ഫുഡ് പകുതിയായിരിക്കും. കാലങ്ങൾ കഴിയുന്തോറും അവന് ശോഷിച്ച് ഇനി മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലെത്തും. അങ്ങനെ മാസത്തിലൊരിക്കലും മുടി വെട്ടാൻ വരുന്ന ബാർബറിന് അവൻ സെല്ലിൽ നിന്ന് തല പുറത്തേക്ക് വെച്ചു കൊടുക്കും. അങ്ങേരും അവന് മുടി വെട്ടിക്കൊടുക്കും. അങ്ങനെ നല്ല ബോക്സർ കട്ടുപിടിച്ച് അവൻ സെല്ലിൽ കിടന്നുറങ്ങും. അന്നേരം അവന്റെ തൊട്ടടുത്ത് ആരാ സൂപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ വാർഡനായിരിക്കും. ഇത് ഇറച്ചി സൂപ്പാണ്, കുടിച്ചോ എന്ന് പറയുമ്പോൾ അവൻ അതെടുത്ത് എങ്ങനെയോ വായയുടെ അടുത്തെത്തിക്കും. അന്നേരം വാർഡൻ ചോദിക്കും, നിനക്ക് ആരാണ് ആ തേങ്ങ അകത്തേക്ക് എത്തിക്കാനുള്ള പണി ഒപ്പിച്ചത്? നീ ആളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. അതിന് പാപ്പി ആ സൂപ്പ് എടുത്ത് വാർഡന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങേർക്ക് അപ്പോഴും മനസ്സിലാവും അവൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല എന്ന്. ഇനി അവസാന ദിവസം വരെ അവൻ ഇരുട്ടറയിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ സെല്ല് ഇരുട്ടറയാക്കും. അങ്ങനെ വീണ്ടും കാലങ്ങൾ കടന്നു പോകും. പാപ്പിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. അവനിപ്പോൾ 2 വർഷം ആ ജയിലിൽ തികച്ചു. ഗാർഡ്സ് അകത്ത് കയറി വന്ന് ശോഷിച്ച ബോഡിയുള്ള പാപ്പിയെ എടുത്ത് അവന്റെ പഴയ ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. അവിടെയാണെങ്കിൽ ലൂയിസിന് അവന്റെ സ്വഭാവവും വിദ്യാഭ്യാസവും ഒക്കെ കണക്കിലെടുത്ത് വാർഡൻ അങ്ങേരുടെ കണക്കെഴുതുന്ന ആളായിട്ട് അവന് പ്രൊമോഷൻ കൊടുക്കും. അവനൊരു പ്രത്യേക പരിഗണനയായിരിക്കും അവിടെ. അവൻ പാപ്പിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പുതിയ ജയിൽ പുള്ളികൾ വന്നിട്ടുണ്ട്. വാർഡൻ അവരോട് അന്ന് ഇവരോട് എന്താണോ പറഞ്ഞത് അത് തന്നെ ഒരു അക്ഷരം പോലും വിടാതെ പറയുന്നുണ്ടാവും. ലൂയിസ് അങ്ങനെ നടന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ പാപ്പി ഒരു ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ലൂയിസ് വിഷമത്തോടെ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് പറയും, നീ പറഞ്ഞത് ശരിയായിരുന്നു. എൻ്റെ അപ്പീലിന് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇപ്പോഴെൻ്റെ ഭാര്യ എൻ്റെ ലോയറെ തന്നെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ പാപ്പി പറയും, എന്നാൽ അവളോട് പോയി തൊലയാൻ പറ. അത് കാണുമ്പോൾ ലൂയിസും ഹാപ്പി ആവും. ഞാൻ വിചാരിച്ചു നീ മാനസികമായി തളർന്നു കാണുമെന്ന്. എനിക്കിപ്പോഴാണ് സന്തോഷമായെന്ന് പറയും. എന്നിട്ട് ലൂയിസ് പറയും, ഈ വരുന്ന ഞായറാഴ്ച വാർഡൻ കുറച്ച് രാഷ്ട്രീയക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ മുറ്റത്തൊരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് നല്ല ഒച്ചയിലായിരിക്കും. അന്ന് ഗാർഡ്സ് എല്ലാം ഡബിൾ ഡ്യൂട്ടിയിലായിരിക്കും. അവരുടെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴി നോക്കിയാലോ? പാപ്പി ചോദിക്കും, ആ താടിക്കാരൻ ഇപ്പോഴും ഇവിടെയുണ്ടോ? അത് ഉണ്ടെന്ന് പറയുമ്പോൾ, എന്നാൽ അവനോട് ഒരു ബോട്ട് ശരിയാക്കി വെക്കണമെന്ന് നീ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞ് പാപ്പി പെട്ടെന്ന് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ച് ലൂയിസിനോട് ഇറങ്ങിപ്പോവാൻ പറയും. അവനും ഓടി പോലീസുകാരോട് ഗാർഡ്സിനോട് അവന് ഭ്രാന്താണെ അവനെ പോയി പിടിച്ചു കെട്ടണമെന്ന് പറയും. ഗാർഡ്സൺ ഡോക്ടർ ഓടി വന്ന് അവനെ പിടിച്ചു നിർത്തി അവനെ ഉറക്ക ഗുളിക കഴിപ്പിക്കും. എന്നാൽ അവർ പോയി കഴിയുമ്പോൾ അവൻ ആ ഉറക്ക ഗുളിക വയന്ന് തുപ്പിക്കളയും. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്ത ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്കെല്ലാം കാവൽ നിൽക്കുന്നതും ഒരു ജയിൽ പുള്ളിയായിരിക്കും. ലൂയിസിനെ പോലെ തന്നെ അവനും ഇവിടേക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയതാണ്. അയാൾ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ പാപ്പിയും അയാളുടെ പിന്നാലെ തന്നെ ചെല്ലും. അന്നേരം അവൻ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുള്ളൻ ചെക്കനെ അയാൾ അബ്യൂസ് ചെയ്യാൻ നോക്കുന്നതാണ്. അതിനവൻ, ഞാനൊരു ഗേ അല്ല, എൻ്റെ അടുത്തുനിന്ന് പോ, എന്നൊന്ന് വെറുതെ വിടെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറും. അങ്ങനെ അയാൾ പാപ്പിയെ കാണുമ്പോൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വരും. അന്നേരം പാപ്പി ആ ചുള്ളൻ ചെക്കൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ പറയും, ഞാനൊരു ഗേ അല്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്, എന്നൊന്ന് ചെയ്യല്ലേ, ഒന്ന് വെറുതെ വിടെന്ന് പറയും. അതിന് പാപ്പി, ഞാൻ നിന്നൊന്ന് ചെയ്യാൻ വന്നതല്ല, നിനക്കൊരു ഓഫർ തരാൻ വേണ്ടി വന്നതാ. ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ ജയിലിൽ ചാടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ നീയും വരുന്നുണ്ടോ? അവൻ ഇല്ലാന്നും പറഞ്ഞ് പോകാൻ നേരം പാപ്പി വീണ്ടും പറയും, ആ ദിവസം നീ ഇയാളൊന്ന് മാറ്റി നിർത്തിയാൽ മാത്രം മതി, ബാക്കി നമ്മൾക്ക് ഇവിടുന്ന് സുഖമായിട്ട് രക്ഷപ്പെടാം. അന്നേരം ചുള്ളൻ പറയും, ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒരു കൊലപാതക കേസിൽ പറ്റിക്കപ്പെട്ട അകത്തേക്ക് വന്നവനാണ്. പക്ഷേ ഞാൻ യഥാർത്ഥ കൊലയാളിയാണ്. അവൻ ശരിക്ക് പാപ്പിക്ക് ഒരു വാണിംഗ് കൊടുത്താണ്, ഇതിലെന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിറ്റേന്ന് താടി കൈക്കൊരു മുറിവും പറ്റിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കയറി പറ്റും. അവിടുന്ന് പാപ്പി ലൂയിസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും. കാശ് വാങ്ങുമ്പോൾ പാപ്പി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഉറക്ക ഗുളിക അവനതെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നു. അതിന്റെ ബോക്സ് ലൂയിസിന്റെ കയ്യിലും കൊടുക്കും. എന്നിട്ട് ആ കാശ് താടിക്കാരന്റെ കയ്യിൽ കൊടുത്ത് ബോട്ട് റെഡിയാക്കാനുള്ള പരിപാടി നോക്കാൻ പറയും. അവനും അതിനൊക്കെ പറയും. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്ത ഇന്നാണ് ഞായറാഴ്ച, ഇന്നാണ് അവിടെ സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് പോകുന്നത്. ലൂയിസ് ആണെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും മദ്യം കൊടുക്കുന്ന ജോലിയിലായിരിക്കും. അവൻ അവിടെ ചെന്ന് നല്ല മുന്തിയിനം മദ്യം ചോദിച്ചു വാങ്ങും. വാർഡന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് വാങ്ങുക. എന്നാൽ ആ മദ്യത്തിൽ അവൻ ആ ഉറക്ക ഗുളിക പൊടിച്ചു ചേർക്കും. അപ്പോഴേക്ക് അവിടെ സിനിമ തുടങ്ങും. ഹോസ്പിറ്റലിലാണെങ്കിൽ പാപ്പി മെല്ലെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാവൽക്കാരൻ ചുള്ളന്റെ അടുത്ത് വന്ന് അവനെ വീണ്ടും അബ്യൂസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അവനന്നേരം അയാളോട് നമുക്ക് ബാത്റൂമിൽ വെച്ചാവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ബാത്റൂമിലേക്ക് ചെല്ലും. അന്നേരം ലൂയിസ് മദ്യമായിട്ട് അവിടെ ഹോസ്പിറ്റലിന് കാവൽ നിൽക്കുന്ന ഗാർഡ്സിന് അടുത്ത് വന്ന് പറയും, വാർഡൻ നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞു
തന്ന മദ്യമാണ്, ഒഴിക്കട്ടെ? അവരും ഒക്കെ പറയും. അവൻ എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുത്ത് അവർ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തിരിച്ചു പോവുക. അന്നേരം മുകളിൽ പാപ്പിയും താടിയും കൂടെ കട്ടിലിൽ നിന്ന് ഇറങ്ങി കട്ടിലിന് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാല് ഊരിയെടുക്കും. താഴെയാണെങ്കിൽ നല്ല ഒച്ചയിൽ കിങ് കോങ് സിനിമ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. ലൂയിസ് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് മെല്ലെ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഗാർഡ് വിളിച്ചു പറയും, ലൂയിസ് നീ എങ്ങോട്ടാ പോകുന്നത്? ഇവിടുത്തെ ആളുകൾക്കെല്ലാം മദ്യം വേണം, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ. ലൂയിസിന് ടെൻഷനാവും. അവൻ വീണ്ടും മദ്യം കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലും. അതേ സമയത്ത് പാപ്പിയും താടിയും കൂടെ ടോയ്ലറ്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കാവൽക്കാരൻ പണി തുടങ്ങിയിട്ടുണ്ട്. അവൻ ആ കട്ടിലിൻ്റെ കമ്പി വെച്ച് അയാളുടെ തലക്കിട്ടൊന്ന് കൊടുക്കും. അപ്പോഴേക്ക് ചുള്ളൻ എഴുന്നേറ്റ് വന്ന് അയാൾക്കിട്ട് 4 ചവിട്ടും കൊടുക്കും. എന്നാൽ ആ ശബ്ദം താഴെ ഇരിക്കുന്ന പോലീസുകാർ ഗാർഡ്സ് കേൾക്കും. അതിലൊരാൾ ഞാൻ മുകളിൽ പോയി നോക്കാമെന്നും പറഞ്ഞ് മേലേക്ക് കയറി വരുമ്പോൾ മേലെ എത്തുമ്പോൾ തന്നെ അങ്ങനെ ബോധം കെട്ടി വീഴും. അവർ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാരും പാതി മയക്കത്തിലാണ്. അവർ പിടിച്ച് ഓരോന്ന് വെച്ച് കൊടുക്കുകയുള്ളൂ. അവരെല്ലാവരും അപ്പം തന്നെ മയങ്ങി വീഴും. അങ്ങനെ പുറത്തേക്ക് ലൂയിസിനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്നില്ല. അവൻ അവിടെ തന്നെ പെട്ട് കിടക്കാണ്. പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. വാർഡൻ എല്ലാവരോടും അകത്തേക്ക് കയറാൻ പറയും. ലൂയിസിന് ഇപ്പം എന്താ ചെയ്യാതെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോവുക. അവൻ ഓടി വന്ന് വാർഡൻ്റെ റൂമിൽ കയറി താക്കോലെടുത്ത് ഇവർക്ക് സെല്ല് തുറന്നു കൊടുക്കും. അവരപ്പം തന്നെ അവിടെ നിന്ന് ടവറിന് മുകളിലേക്ക് കയറും. അവിടെയുള്ള ഗാർഡ്സ് ആണെങ്കിൽ കറണ്ട് പോയതുകൊണ്ട് തന്നെ ജയിലിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്കായിരിക്കും ഓടിയിട്ടുണ്ടാവുക. അവരെല്ലാവരും ടവറിൽ നിന്ന് മതിലേക്ക് കയറി അവിടെ നിന്ന് താഴേക്ക് ചാടാൻ തുടങ്ങും. 3 പേര് ചാടും. എന്നാൽ ലൂയിസ് ചാടിയിട്ടുണ്ടാവില്ല. അവൻ പേടിച്ചിറങ്ങാൻ നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും കറണ്ട് വരിക. അവൻ അപ്പോഴേക്ക് ചാടും. എന്നാൽ വീഴുന്ന വീഴ്ചയിൽ അവൻ്റെ കാലൊടിഞ്ഞു പോകും. എന്നാലും പാപ്പിയും ചുള്ളനും അവനെ എടുത്ത് കാട്ടിലൂടെ ഓടും. അന്നേരമാണ് പെട്ടെന്ന് ആ ഗുണ്ടുചേട്ടൻ്റെ ആളുകൾ തോക്കുമായിട്ട് അവരെ വളയുക. ഒരടി മുന്നോട്ട് നീങ്ങരുതെന്ന് പറയുമ്പോൾ പാപ്പി പറയും, ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ തിരിച്ചാ ജയിലിലേക്ക് അയക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ബേക്കിൽ നിന്ന് മറ്റൊരാൾ വരിക. അത് ശരിക്കും ആ ഗുണ്ടുചേട്ടൻ്റെ ആളുകളല്ല, അത് അവർക്ക് ബോട്ട് കൊടുക്കാൻ വന്ന ആളാണ്. അങ്ങനെ അയാൾ അവർക്ക് വേണ്ട ബോട്ട് കാണിച്ചു കൊടുത്ത് എൻജോയ് യുവർ ഫ്രീഡം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ അവർ ആ ബോട്ടിൽ തുഴഞ്ഞ് കടലിലെത്തും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ആ ബോട്ടിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാനേ നേരമുള്ളൂ. താടി പാപ്പിയോട് ചോദിക്കും, നമുക്ക് ഈ ലൂയിസിനെ ഒഴിവാക്കിയാലോ? പാപ്പി അതിന് എന്ത്, ആരും ഒഴിവാകാൻ പോകുന്നില്ല, എല്ലാവരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് തോണി ശരിയാക്കാനുള്ള പരിപാടി നോക്കും. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു വലിയ കൊടുങ്കാറ്റ് അവരെ ലക്ഷ്യമാക്കി വരുന്നത്. അത് കാണുമ്പോൾ താടി വീണ്ടും പറയും, ആ കൊടുങ്കാറ്റ് ഉറപ്പായും ഈ ബോട്ടിനെ മുക്കിക്കളയും. നിനക്കറിയാലോ പാപ്പി, ഈ ബോട്ടിന് എന്തായാലും 4 പേരെ താങ്ങാൻ പറ്റില്ല. നമുക്ക് ആ കണ്ണടയെ ഒഴിവാക്കാം. അവൻ കൂടുതൽ കാലം ജീവിക്കാൻ പോകുന്നില്ല. പാപ്പി എപ്പോഴും എല്ലാവരും രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ താടിക്ക് ദേഷ്യം വരും. നീ എന്താടാ കിളി പോയവനെ പോലെ അഭിനയിക്കുകയാണോ? അയാൾ കത്തിയെടുത്ത് ലൂയിസിനെ കൊല്ലാനായിട്ട് നിൽക്കും. പെട്ടെന്ന് ചുള്ളൻ ചാടി ആ കത്തി വാങ്ങാനായിട്ട് നോക്കുമ്പോൾ താടി അവനെ വെള്ളത്തിലേക്ക് എറിയും. പിന്നാലെ തന്നെ പാപ്പി അയാളെ പിടിച്ചിടിക്കാൻ നോക്കുമ്പോൾ അയാൾക്കാണെങ്കിൽ കുറച്ച് ആരോഗ്യം കൂടുതലാണ്. അവനെ പിടിച്ച് ബോട്ടിൽ കിടത്തും. എന്നാൽ ആ തല്ലിൻ്റെ ഇടയിൽ അയാളുടെ കയ്യിൽ നിന്നും കത്തി തെറിച്ച് വീണിരുന്നു. അതാണെങ്കിൽ ലൂയിസിന്റെ കയ്യിലായിരിക്കും കിട്ടുക. അവൻ ആ കത്തിയെടുത്ത് അയാളുടെ പുറത്ത് നോക്കി 5-6 കുത്തും. അവസാനത്തെ കുത്ത് അയാളുടെ കഴുത്തിനും കൂടെ കൊടുക്കുമ്പോൾ താടിക്കാരന്റെ കടി അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ചുള്ളനും തിരിച്ച് ബോട്ടിൽ കയറും. അവർ 3 പേരും താടിക്കാരന്റെ ബോഡി വെള്ളത്തിലേക്ക് ഒഴിവാക്കും. അപ്പോഴേക്ക് കൊടുങ്കാറ്റ് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർ കപ്പലിന്റെ പായ ശരിയാക്കാൻ നോക്കെങ്കിലും അവരെ കൊണ്ടൊന്നും പറ്റില്ല. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താ താടിക്കാരനെ ലൂയിസ് കത്തിയെടുത്ത് കുത്തുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി പാപ്പി എഴുന്നേൽക്കും. അവനിപ്പോൾ ഒരു കുടിലിലാണ് കിടക്കുന്നത്. അവന്റെ മുന്നിൽ തന്നെ അവിടെയുള്ള കാട്ടുമനുഷ്യരെ പോലെ കുറച്ച് ആളുകളും ഉണ്ട്. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങി താഴെ കടൽ തീരത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കന്യാസ്ത്രീ അവൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ കൂടെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു, അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ സേഫ് ആണെന്ന് കന്യാസ്ത്രീ പറയും. ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ കന്യാസ്ത്രീ പറയും, ഇത് കൊളംബിയാണ്. പോരാത്തതിന് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വായോ, അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ കുളിച്ചു വരാൻ പറയും. അവനങ്ങനെ ആ കടലിൽ പോയി കുറേ കാലത്തിന് ശേഷം തേച്ചുരച്ച് കുളിക്കും. കുളി കഴിഞ്ഞ് അവൻ ലൂയിസിന്റെ അടുത്ത് വന്ന് പറയും, അവർക്ക് നമ്മൾ ആരാന്നറിയാം, അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം. അതിന് ലൂയിസ് നമ്മുടെ കരാർ അവസാനിച്ചെന്ന് പറയുമ്പോൾ പാപ്പി, എന്നാ നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങും. അന്നേരം ചുള്ളൻ ഓടി വന്ന്, പാപ്പി നമ്മൾ എങ്ങോട്ടും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം, ഇത് സ്വർഗ്ഗാണെന്ന് പറയും. സ്വർഗ്ഗമായിരിക്കാം, പക്ഷെ ഇത് നമ്മുടെ വീടല്ലാന്ന് പറഞ്ഞ് പാപ്പി അവിടെ നിന്ന് പോകും. കല്ലും പാറയൊക്കെ താണ്ടി കയറ്റം കയറി അവനൊരു കാട്ടുപാതയിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്നും പോലീസിന്റെ വണ്ടി ഇരുന്ന് കാണും. അവരാരോടോ വഴിയും ചോദിച്ച് അവർ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പാപ്പി അവിടെ നിന്ന് ഓടി ലൂസിന്റെ അടുത്തെത്തി പറയും, പോലീസ് വരുന്നുണ്ട്, നമ്മളിപ്പോൾ തന്നെ രക്ഷപ്പെടണം. എന്നിട്ട് അവനെ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ചുള്ളൻ പോലീസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. എന്നാൽ അപ്പോഴേക്ക് പോലീസുകാർ അവനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. പിന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമൊന്നുമില്ല. പോലീസുകാർ അവരെ തറയിൽ കിടത്തും. അങ്ങനെ അവരെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ലൂയിസ് പാപ്പിയോട് ചോദിക്കും, നീ എന്തിനാ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് വന്നേ? അന്നേരം കന്യാസ്ത്രീ പറയും, നിങ്ങൾ ധൈര്യമായിട്ട് ജയിലിലേക്ക് തന്നെ പൊക്കോ, നിങ്ങൾ ദൈവം രക്ഷിച്ചോളും. ശരിക്കും ആ കന്യാസ്ത്രീയാണ് അവരെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ 2ാം ശ്രമത്തിലും പിടിച്ചതുകൊണ്ട് പാപ്പിക്ക് 5 വർഷം ഏകാന്ത തടവ് കിട്ടും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പം 5 വർഷം കഴിഞ്ഞു. പാപ്പിക്ക് ഇപ്പോൾ പ്രായം ബാധിച്ച് വന്നിട്ടുണ്ട്. അവൻ്റെ 5 വർഷത്തെ ജയിൽ ശിക്ഷ അവസാനിച്ചു. അവൻ പുറത്തിറങ്ങുമ്പോൾ വാർഡൻ അവനെ കാണാനായിട്ട് വന്ന് നിൽപ്പുണ്ടാവും. അവനോട് പറയും, നീ എന്താണോ തിരയുന്നത് അതൊരിക്കലും നിന്റെ കയ്യിൽ വന്ന് ചേരില്ല.
അടുത്തത് ഡബിൾ സൈലന്റ്. വാർഡന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവനെ മാനസികമായിട്ട് എങ്ങനെങ്കിലും തളർത്തണം. അവൻ 5 വർഷം ജയിലിൽ കിടന്നിട്ടും ഇതുവരെ മാനസികമായിട്ട് തളർന്നിട്ടില്ല. അങ്ങനെ ഗാർഡ്സ് അവനെ ബോട്ടില് ഡബിൾ സൈലന്റിലേക്ക് കൊണ്ടുപോകും. ഒരു വലിയ പാറക്കെട്ട്, അതിന്റെ മുകളിൽ ഒരു ചെറിയ ജയില്, അതാണ് ഡബിൾ സൈലന്റ്. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഭ്രാന്തന്മാരായിരിക്കും ഉണ്ടാവുക. ഈ 5 വർഷത്തെ ജയിൽ തടവ്, ഏകാന്ത ജയിൽ തടവ് കൂടി കഴിഞ്ഞു വരുന്നവര് ഭ്രാന്തന്മാരായിട്ടായിരിക്കും പുറത്തിറങ്ങുക. അതിനെ അതിജീവിച്ചവര് വളരെ ചുരുക്കം പേരായിരിക്കും. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ഭ്രാന്തന്മാർ അവൻ്റെ കയ്യിൽ സിഗരറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവനെ വന്ന് ചെക്ക് ചെയ്യും. എന്നാൽ ഒന്നുമില്ലാന്ന് മനസ്സിലാകുമ്പോൾ അവരെല്ലാവരും തിരിച്ചു പോകും. അവസാനം അവരുടെ ഇടയിൽ ലൂയിസും ഉണ്ടാവും. അവൻ എങ്ങനെ അവിടെ എത്തിയെന്ന് വെച്ചാൽ, അവൻ ശരിക്ക് വാർഡന്റെ പുസ്തകങ്ങൾ എഴുതുന്നവനായിരുന്നല്ലോ. അവൻ ഇമാതിരി പണി കാണിച്ചത്, ജയിലിൽ ചാടാൻ ശ്രമിച്ചത് വാർഡൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവനെ നേരിട്ട് ഡബിൾ സൈലന്റിലേക്ക് അയച്ചു. അവരുടെ തൊട്ടു പിന്നിൽ തന്നെ ഗാർഡ്സ് വന്ന് കുറച്ച് പച്ചക്കറികൾ ഇറക്കും. ഇവിടെ അവർക്കാരും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനില്ല, അവർ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കണം. അങ്ങനെ ലൂയിസിന്റെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം അവന്റെ ഓർമ്മകളായിരിക്കും അവൻ വരച്ച് വെച്ചിട്ടുണ്ടാവുക. അതെല്ലാം വരച്ച് തീരാനായിട്ട് അവൻ 5 വർഷം വേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും ജയിലിന്റെ ഏറ്റവും മുകളിൽ വന്ന് നോക്കും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്, പക്ഷെ അതൊരു ജയിലായി പോയല്ലോ. അങ്ങനെ രണ്ടുപേരും പാറക്കെട്ടിന് മുകളിലേക്ക് വന്ന് അവിടെ നിന്ന് കടലിലേക്ക് നോക്കി നിൽക്കും. അപ്പോൾ ലൂയിസ് പറയും, ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറയുന്നത് തീരെ പറ്റാത്ത കാര്യമാണ്. വെറുതെ ഈ കടലിലേക്കൊന്ന് ചാടി കുളിക്കണമെന്ന് വിചാരിച്ചാലും ആദ്യം താഴേക്കുള്ള ചാട്ടത്തെ അതിജീവിക്കണം. രാത്രി അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ലൂയിസ് വീണ്ടും അവിടുന്ന് ചിത്രം വരയ്ക്കാൻ തുടങ്ങും. പിറ്റേന്ന് രാവിലെ പാപ്പിയായിരിക്കും ലൂയിസിനെ വിളിക്കുക. അവൻ എഴുന്നേൽക്കുമ്പോൾ പാപ്പി പറയും, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മളൊരു ചങ്ങാടം ഉണ്ടാക്കി വെള്ളത്തിലിട്ടാൽ മാത്രം മതി, ബാക്കി തിരമാല നോക്കിക്കോളും. തിരമാല നമ്മളെ കരക്കെത്തിക്കും. അന്നേരം ലൂയിസിന്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷം വരും. അവനെ വീണ്ടും രക്ഷപ്പെടാമെന്ന് മനസ്സിലാകുമ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടരും. പാപ്പി അവനെയായിട്ട് പാറക്കെട്ടിന് മുകളിൽ വന്ന് ഒരു തേങ്ങ താഴേക്ക് എറിഞ്ഞ് കാണിച്ചു കൊടുക്കും. ആ തേങ്ങയാണെങ്കിൽ തിരമാലയിൽ പെട്ട് ദൂരേക്ക് അങ്ങനെ ഒഴുകി പോവുകയാണ്. അന്ന് രാത്രി രണ്ടുപേരും 2 ചാക്കിൽ തേങ്ങയെല്ലാം നിറച്ച് വെച്ച് ഒരു ചങ്ങാടം പോലെ സെറ്റ് ചെയ്ത് വെക്കും. ലൂയിസ് ആണെങ്കിൽ പാപ്പി കാണാതെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ബോട്ടിലാക്കിയിട്ട് പാപ്പിയുടെ ചാക്കിലിട്ട് വെക്കും. പിറ്റേന്ന് രാവിലെ ആ പാറക്കെട്ടിന് മുകളിലേക്ക് അവർ രണ്ടുപേരും ചങ്ങാടമായിട്ട് നടന്നു വരും. അവർക്ക് താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പോലീസുകാരുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അതിലിറങ്ങുകയാണെങ്കിൽ അവരപ്പം തന്നെ പിടിക്കും. അതുകൊണ്ടാണ് അവർ പാറക്കെട്ടിന് മുകളിൽ നിന്നും താഴേക്ക് ചാടാനായിട്ട് വിചാരിച്ചേ. പാപ്പി 2 ചാക്കുകൾ ഒരുമിച്ച് കെട്ടുമ്പോൾ ലൂയിസ് ചോദിക്കും, ഈ യാത്രയിൽ നിനക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതിന് പാപ്പി പറയും, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ താഴേക്ക് ചാടുമ്പോൾ തന്നെ തട്ടിപ്പോയിക്കോളും. എന്നാൽ ലൂയിസ് പറയും, നീ ആ ചാക്ക് കൂട്ടി കെട്ടണ്ട, ഞാൻ എന്തായാലും നിന്റെ കൂടെ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നീ എന്ത് കാരണം കൊണ്ടാണോ ഇവിടെ നിന്ന് പോകുന്നത്, അതേ കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പാപ്പി അതിന് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളും. ലൂയിസ് പറയും, എന്നാ പിന്നെ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ചാടിക്കോ. പാപ്പി ആദ്യം തന്നെ ആ ചാക്കെടുത്ത് വെള്ളത്തിലേക്കിടും. എന്നിട്ട് അവനോട് യാത്രയും പറഞ്ഞ് ഓടി വന്ന ഒരൊറ്റ ചാട്ടായിരിക്കും. കുറെ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കുക, ചിലപ്പോൾ വെള്ളത്തിൽ അടിച്ച് മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ പാപ്പി വെള്ളത്തിലേക്ക് അടിച്ചു വീഴും. ലൂയിസിനാണെങ്കിൽ താഴേക്ക് കാണാൻ പറ്റില്ല. അവൻ ചെവിടെ ഓർത്ത് നോക്കും, അവൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പാപ്പി താഴേന്ന് അലറി വിളിക്കും, ലൂയിസ്, ഞാൻ ഇവിടെ എത്തി, ഞാനത് നേടി. ലൂയിസ് സന്തോഷം കൊണ്ട് അലറി വിളിക്കും. പാപ്പിയും താഴേന്ന് അലറി വിളിക്കും. അങ്ങനെ അവൻ ആ ചാക്കിന്റെ കെട്ടിന്റെ മുകളിൽ കയറി കിടക്കും. അങ്ങനെ തിരമാലയുടെ കൂടെ അവൻ കരയിലേക്ക് യാത്രയാവും. ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള കരയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 14 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം വയസ്സായ പാപ്പി വെനസ്വേലയിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഫ്ലൈറ്റിൽ പറക്കുകയായിരിക്കും. അവന്റെ ഓർമ്മകളെല്ലാം അവനൊരു നോവലാക്കി എഴുതിയിട്ടുണ്ട്. അത് ഫ്രാൻസിൽ പബ്ലിഷ് ചെയ്യാനായിട്ടാണ് അവൻ പോകുന്നത്. അവിടെ എത്തി ഒരു പ്രൊഡ്യൂസറെ കണ്ട് ആ നോവൽ കൊടുക്കുമ്പോൾ അങ്ങേര് അത് വായിച്ചു നോക്കും. വായിച്ചു കഴിയുമ്പോൾ അങ്ങേര് ചോദിക്കും, ഇത് നിങ്ങളുടെ തന്നെ കഥയാണോ? പാപ്പി അതേന്ന് പറയുമ്പോൾ അങ്ങേര് പറയും, നിങ്ങൾ ഇപ്പോഴും ഫ്രാൻസിന്റെ ഒരു പിടികിട്ടാ പുള്ളിയാണ്. അതിന് പാപ്പി, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകും. എന്റെ ഭാര്യ എന്റെ ഓർമ്മകളെല്ലാം മരിക്കുന്നതിന് മുന്നേ എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് ഫ്രാൻസിൽ വന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. പിന്നെ ഇതൊരിക്കലും എൻ്റെ മാത്രം ജീവിതമല്ല, പലരുടെയും ജീവിതമാണ്. അവിടുന്ന് ബ്ലാക്കൗട്ട് ചെയ്ത പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുകയാണ്. 80,000-ഓളം കുറ്റവാളികളെ ആയിരുന്നു ഫ്രഞ്ച് ഗയാന എന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് ഗയാന ദ്വീപിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ അതിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ വരാൻ പറ്റാതെ മരിച്ചു പോവുകയായിരുന്നു. ഫ്രാൻസിൽ പബ്ലിഷ് ചെയ്ത പാപ്പിയോണിന്റെ ആത്മകഥ തുടർന്നുണ്ടായ 21 ആഴ്ചകളിലും ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി മാറി. 2017 വരെയുള്ള കണക്കിൽ 30 ഭാഷകളിലായി 1,30,00,000-ഓളം കോപ്പികൾ പാപ്പിയോൺ എന്ന പുസ്തകം വിറ്റുപോയി. 1970 ഫ്രഞ്ച് നീതിന്യായ മന്ത്രി പാപ്പിയോണിന് തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ വരാമെന്ന ഉത്തരവിൽ ഒപ്പിട്ടു. ബാക്കിയുള്ള കാലം പാപ്പിയോൺ ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ സമാധാനമായിട്ട് ജീവിച്ചു മരിച്ചു. ഈ കാണുന്നതാണ് ആ യഥാർത്ഥ ഇതിഹാസ നായകൻ പാപ്പിയോൺ. യഥാർത്ഥ പേര് ഹെൻറി ഷാരിയ. അവിടെ വെച്ച് പാപ്പിയോൺ എന്ന സിനിമ അവസാനിക്കുന്നു.
സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ സൂക്കേട് മാറാത്തതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദവും മാറുന്നില്ല. ഇന്ന് നല്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. സൂക്കേടെല്ലാം മാറട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.